ഷൈമയെ മുന്നിൽ കണ്ടതും ആഷിയുടെ മുഖം തിളങ്ങി. ഇമ ചിമ്മാതെ തന്നെ നോക്കി നിൽക്കുന്ന ആഷിയെ കണ്ടതും ഷൈമയുടെ മുഖവും വിടർന്നു. ആ നിമിഷം അവളും അറിയാതെ നോക്കി നിന്നുപോയി. സ്വബോധം വീണ്ടെടുത്ത ഇരുവരും ചമ്മൽ മറച്ചു പിടിച്ച് പരസ്പരം പുഞ്ചിരി കൈമാറി. അല്ല, താനെന്താ ഇവിടെ? അവളെ കണ്ട സന്തോഷം മറച്ചു പിടിച്ചു ആഷി ഗൗരവത്തിന്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ചോദിച്ചു. വാപ്പിക്കൊരു ചെക്കപ്പ് ഉണ്ടായിരുന്നു, അങ്ങനെ വന്നതാ. അപ്പോഴാ അർമാൻ സാറിനെ കാണുന്നത്. സാറാ പറഞ്ഞത് ഈ സാറിനൊരു ആക്സിഡന്റ് പറ്റിയെന്ന്. എന്താ സാർ പറ്റിയേ? അത് പിന്നെ സ്വപ്നം, പട്ടി. ആഷിക്ക് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥ. സ്വപ്ന പട്ടിയോ? അതെന്ത് പട്ടി? പേപ്പട്ടി, മരപ്പട്ടി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അവള് പറയുന്നത് കേട്ടതും അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. സോറി സാർ, അറിയാനുള്ള തോര, അതുകൊണ്ട് ചോദിച്ചതാ. ഓ, ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഒരു പട്ടി കുറുകെ ചാടി, അതാ ഉണ്ടായേ. അത്രേ ഉള്ളൂ. ആക്സിഡന്റ് എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു വലിയതോ വണ്ടി ഇടിച്ചതാന്ന്. ഷൈമ പറഞ്ഞത് കേട്ടതും ആഷി കൃത്രിമ ദേഷ്യത്തോടെ അവളെ നോക്കി. താനിപ്പോൾ എന്തിനാ വന്നേ? സാറിനെ കാണാൻ. കണ്ടല്ലോ, എന്നാ പോയിക്കൂടെ? അല്ല, എന്താ സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നല്ലാതെ, മനുഷ്യനിവിടെ കൈയൊടിഞ്ഞ് പണ്ടാറടങ്ങി നിൽക്കുമ്പോഴാണ് ഇയാളുടെ ഒരു കൗണ്ടർ അടി. സോറി സാർ. ഒരു ചോറി കൈ തന്നെ വെച്ചാൽ മതി. ഓ, അവൻ ഇതെവിടെ പോയി എന്തോ. മനുഷ്യനിവിടെ വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. കൂട്ടുകാരനാണ് പോലും. ആഷി ആരോടൊന്നില്ലാതെ പറയുന്നുണ്ട്. അർമാൻ സാറിൻ്റെ കാര്യമാണോ സാറ് പറയുന്നത്? ആണെങ്കിൽ ആഷി കലിപ്പിലാണ്. അല്ല, അർമാൻ സാറ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് കണ്ടായിരുന്നു. ഓ, അല്ലെങ്കിലും കെട്ടിയോളെ കിട്ടിയ അവന് എന്നെ വേണ്ട. രണ്ടിനെ ഒന്നിപ്പിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ആഷി നല്ല ദേഷ്യത്തിലാണ്. കഞ്ഞി ഞാനെടുത്ത് തരട്ടെ സാർ? താനേ ബുദ്ധിമുട്ടണമെന്നില്ല. എനിക്ക് ബുദ്ധിമുട്ടാവില്ല സാർ. അതും പറഞ്ഞുകൊണ്ട് ഷൈമ തൊട്ടരികിൽ കാണുന്ന ടേബിളിനരികിലേക്ക് നടന്നു. ഇതാണോ സാർ? ടേബിളിന് മുകളിൽ വെച്ചിരിക്കുന്ന കവർ കാട്ടിക്കൊണ്ട് അവൾ ചോദിച്ചതും അതേ എന്ന പോലെ അവനൊന്ന് മൂളി. ആഷിക്കുള്ള കഞ്ഞിയുമായി ഷൈമ അവനരികിലേക്ക് നടന്നു. ഷൈമ തൊട്ടരികിലെത്തിയതും ആഷി ഇടത് കൈ അവൾക്ക് നേരെ നീട്ടി. വലത് കൈയായിരുന്നു ഒടിഞ്ഞിരുന്നത്. സാർ എങ്ങനെയാ ഒറ്റ കൈ കൊണ്ട് കഴിക്കുന്നേ? ഞാൻ വാരിത്തരാം. ഷൈമ അതും പറഞ്ഞ് അവനരികിൽ ഒരു ചെയറിട്ടിരുന്നു. ഒരു സ്പൂൺ കഞ്ഞി അവന് നേരെ നീട്ടിയതും ഒരു നിമിഷം ഇരുവരുടെയും നോട്ടങ്ങൾ തമ്മിലുടക്കി. ഒടുവിൽ രണ്ടുപേരും സ്വബോധം വീണ്ടെടുത്തു നോട്ടം മാറ്റിക്കളഞ്ഞു. ആശ അവളുടെ മുഖത്തേക്ക് നോട്ടം പായിച്ചുകൊണ്ട് വാ തുറന്നു കഞ്ഞി കുടിച്ചു. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് കൂടെ ഒഴുകി നടന്നു. അവൻ്റെ ആ നോട്ടം കണ്ട് അവൾ ചെറുതായൊന്ന് പതറി. അല്ല സാർ, സാർ നേരത്തെ പറഞ്ഞല്ലോ അർമാൻ സാറിന് കെട്ടിയോളെ കിട്ടിയപ്പോൾ സാറിന് വേണ്ടാതായെന്ന്. അപ്പോൾ അർമാൻ സാറിൻ്റെ കല്യാണം കഴിഞ്ഞതാണോ? ഷൈമ അവൻ്റെ ശ്രദ്ധ തിരിച്ചു വിട്ടു. ഷൈമയുടെ ചോദ്യം കേട്ട് ആശു ഒന്ന് പതറി. ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞായിരുന്നോ? ഒന്നും അറിയാത്ത പോലെ അവൻ ചോദിച്ചു. പറഞ്ഞു സാർ. സാറിന് ഓർമ്മയില്ലേ? ഇല്ല. എന്നാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒന്ന് ചോദിച്ചോട്ടെ, അന്ന് സെറ്റിലുണ്ടായിരുന്ന ഇയാളുടെ പെങ്ങൾ തന്നെയല്ലേ അർമാൻ സാറിൻ്റെ ഭാര്യ? ഷൈമയുടെ ചോദ്യം കേട്ട് എന്ത് പറയണമെന്നറിയാതെ ആഷി കുഴങ്ങി. എടോ, അത് പിന്നെ ഞാൻ നേരത്തെ ചുമ്മാ. ആക്ച്വലി അവൻ സാറ് കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല. നേരത്തെ ഞാൻ പുള്ളിയോട് സംസാരിക്കുമ്പോൾ പുള്ളിയുടെ കയ്യിലെ ഫോൺ ഉണ്ടായിരുന്നു. അതിലെ DP എന്താണെന്നറിയോ? എന്താ? ഷൈമയുടെ ചോദ്യം കേട്ട് ആഷി ചോദിച്ചു. ഇയാളുടെ പെങ്ങളെ ഉമ്മ വെക്കുന്ന അർമാൻ സാർ. ഇത്തവണ ആഷിയുടെ നെറുകയിൽ ഭക്ഷണം കുടുങ്ങി അവൻ ചുമയ്ക്കാൻ തുടങ്ങി. അന്നേരം ഷൈമ അവൻ്റെ തലയിൽ തട്ടുകൊടുത്തു. അവന് കുടിക്കാനുള്ള വെള്ളം കൊടുത്തു. ചുമ ഒരുവിധം ശരിയായതും ആഷി എന്തോ പറയാൻ ശ്രമിച്ചു. പക്ഷെ വാക്കുകൾ പുറത്തു വന്നില്ല. ഞാനിത് മറ്റാരോടും പറയാൻ നിൽക്കരുത് എന്നല്ലേ സാർ ഇപ്പോൾ പറയാമെന്നേ? സാർ പേടിക്കൊന്നും വേണ്ട, ഞാൻ അത്തരക്കാരി നഹി ഹേ. ഷൈമയുടെ സംസാരം കേട്ടപ്പോൾ ആഷിക്ക് ചിരി വന്നു. അല്ല, തൻ്റെ വാപ്പിക്ക് എന്താ അസുഖമെന്ന് പറഞ്ഞില്ലല്ലോ? ആഷു ചോദിച്ചു. വാപ്പിക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റില്ല. ഒരു ഭാഗം തളർന്ന് കിടക്കുക. ഇന്നലെ തൊട്ട് നല്ല പനിയും തുടങ്ങി. അങ്ങനെ വന്നതാ. ഓ, അന്ന് വീട്ടിൽ കണ്ട ആ സ്ത്രീ അത് തൻ്റെ ഉമ്മയാ? അല്ല, എൻ്റെ ഉമ്മ മരിച്ചപ്പോൾ വാപ്പ അവരെ രണ്ടാമത് വിവാഹം കഴിച്ചു. അവർക്ക് നേരത്തെ ഒരു വിവാഹം കഴിഞ്ഞതായിരുന്നു. അതിലൊരു മകനുണ്ട്. ഉമ്മയും മോനും കണക്കാ. വീട്ടിലോട്ട് പോകാൻ തന്നെ എനിക്ക് പേടിയാ. ഷൈമയുടെ സ്വരം ഇടറി തുടങ്ങി.
എന്ന് വെച്ചാ ആഷി ഞെട്ടലോട് ചോദിച്ചു. എന്ന് വെച്ചാ അത് പിന്നെ അയാൾ എനിക്ക് എനിക്ക് ഷൈമ എന്തോ പറയാൻ വന്നതും ആ നേരത്താണ് ഷെറിൻ അങ്ങോട്ട് കയറി വരുന്നത്. ആഷയുമായി അടുത്തിടപഴകുന്ന പെണ്ണിനെ കണ്ട് ഷെറിൻ നെറ്റിച്ചുളിച്ചു ആഷയെ നോക്കി. ഷെറിനെ കണ്ടതും ആഷയുടെ മുഖഭാവം മാറുന്നത് ഷൈമയും ശ്രദ്ധിച്ചു. ആഷിക, ആരാ ഇത്? ഷെറിൻ ചോദിച്ചു. അത് പിന്നെ ഇത് ഷൈമ, അർമാൻ്റെ മൂവിയിൽ സനയുടെ റോൾ ചെയ്യുന്ന കുട്ടിയാ. ഷൈമ ഇതെൻ്റെ പെങ്ങള് ഡോക്ടർ ഷെറിൻ. ഇവള് ഇവിടെയാ വർക്ക് ചെയ്യുന്നത്. ആഷയുടെ പരിചയപ്പെടുത്തൽ കേട്ട് ഷെറിൻ വല്ലാത്ത ഭാവത്തിൽ ഒന്ന് നോക്കി. കൂട്ടത്തിൽ ഷൈമയെ ഒന്നിരുത്തി നോക്കാനും അവൾ മറന്നില്ല. ബാപ്പി അന്വേഷിക്കുന്നുണ്ടാവും, എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞ് ഷൈമ അവിടുന്ന് മെല്ലെ സ്കൂട്ടായി. അതിനിടയിൽ ആഷയെ ഒന്ന് തിരിഞ്ഞു നോക്കാനും അവൾ മറന്നില്ല. അന്നേരത്ത് അവൻ്റെ മുഖത്തെ തിളക്കം ഷെറിൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എന്താ മോനെ ഒരു ഇളക്കം? ഷെറിൻ ചോദിച്ചു. ഇളക്കോ? എന്തിളക്കം? ആ, ഇപ്പോഴാ ഓർമ്മ വന്നത്. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ദേഹം അധികം ഇളക്കരുതെന്ന്. എന്നാ ഞാൻ ഇത്തിരി കിടക്കട്ടെ, നീ ചെല്ല്. എനിക്കും ചിലത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നമുക്ക് സിനിമ നടിക്കെ വേണോ, ഒരു സാധാരണ കുട്ടി പോരെ? എടി നീ കരുതും പോലെ ഒന്നുമില്ല, ആഷി പരങ്ങലോടെ പറഞ്ഞു. ഓ പിന്നെ ഞാൻ വിശ്വസിച്ചു. ഞാൻ ഇയാളെ കാണാൻ തുടങ്ങിയിട്ടെ വർഷങ്ങളേറെയായേ. അതെ, പകൽ സ്വപ്നം അത്ര നല്ലതല്ല. ഇപ്പോൾ കൈയെല്ലാം ഒടിഞ്ഞുള്ളൂ. മൂക്കിൽ പഞ്ഞി വെക്കുന്ന സിറ്റുവേഷൻ വരാതെ നോക്കിയാൽ ഇയാൾക്ക് കൊള്ളാം. അതെ, എനിക്ക് സ്വന്തമാണെന്ന് പറയാൻ വേറെ ആരുമില്ലേ. അതോർക്കണം. ഞാൻ വീട്ടിൽ പോയിട്ട് വരാം, ആ കീങ്ങ് തന്നേ. അത്രയും പറഞ്ഞ് അവനെ വല്ലാത്ത ഭാവത്തിൽ നോക്കി അവനിൽ നിന്നും കീ വാങ്ങി അവൾ പോവാനൊരുങ്ങി. എടി നീ കരുതും പോലെ ഒരു കുട്ടിയല്ല അവള്, ഒരു പാവം കുട്ടിയാ. നമ്മുടെ അല്ലുവിനെ പോലെ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടി. എന്തോ എനിക്ക് അവളെ കണ്ടപ്പോൾ തൊട്ട് എന്തൊക്കെയോ. ഓ, അടിവയറ്റി മഞ്ഞ് വീണ ഫീലായിരിക്കും. നമ്മളിതെത്ര കണ്ടതാ. നടക്കട്ടെ. പക്ഷേ അങ്ങനെ ചാടിക്കയറി ഇഷ്ടം പറയാനൊന്നും നിൽക്കണ്ട, പതിയെ പറഞ്ഞാൽ മതി. ആഷിക്ക് ചെറുപുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ഷെറിൻ പുറത്തേക്ക് നടന്നു. അവളുടെ പോക്ക് നോക്കി നിന്നുകൊണ്ട് ആഷി ബെഡിലേക്ക് ചാഞ്ഞു. ഇതേ സമയം ആഷിയുമായി സംസാരിക്കുകയാണ് അർമാൻ. ഇതിനിടയിൽ അല്ല ഒരുപാട് തവണ അർമാന്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. അന്നേരം അവൻ കോൾ കട്ട് ചെയ്തു. കഴിഞ്ഞ കാര്യങ്ങളൊക്കെയും അർമാൻ റാഷിയുമായി പങ്കുവെച്ചു. എല്ലാം കേട്ടുനിന്ന റാഷിയുടെ കണ്ണ് നിറയുന്നത് അർമാൻ ശ്രദ്ധിച്ചിരുന്നു. തനിക്ക് അവളോട് ഇഷ്ടമുണ്ടായിരുന്നോ? അർമാൻ ചോദിച്ചു. അർമാന്റെ ചോദ്യത്തിന് മറുപടി പറയാനാവാതെ റാഷി കുഴങ്ങി. റാഷിയുടെ മൗനം കണ്ടതും അർമാൻ അവനൊരു പുഞ്ചിരി കൈമാറി. എനിക്കറിയാടോ, തനിക്ക് അവളോട് ഇഷ്ടമുണ്ടായിരുന്നു. എന്തേ നീ അത് അവളോട് പറഞ്ഞില്ല? പുഞ്ചിരിയോട് അർമാൻ ചോദിക്കുന്നത് കണ്ടപ്പോൾ റാഷി തിരികെ അവനൊരു ചെറു പുഞ്ചിരി കൈമാറി. പടച്ചോൻ അവൾക്കായി വിധിച്ചത് നിങ്ങളെ ആയിരുന്നു. പിന്നെങ്ങനെ ഞാൻ എൻ്റെ ഇഷ്ടം തുറന്ന് പറയും? അല്ല, തുറന്ന് പറഞ്ഞിട്ടും കാര്യമില്ലായിരുന്നു. ചെറുതായി നിശ്വസിച്ചുകൊണ്ടവൻ പറഞ്ഞു. അവൾ ഒരിക്കൽ പോലും എന്നെ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. കഴിഞ്ഞ ദിവസം അവിടെ പെട്ടെന്ന് കണ്ടപ്പോൾ സംസാരിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ എൻ്റെ മനസ്സിലിപ്പോൾ പഴയ ഇഷ്ടമൊന്നുമില്ല. ഇപ്പം അവൾ നിങ്ങളുടെ സ്വന്തമല്ലേ, അത് ഞാൻ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും നിങ്ങൾ ഭാഗ്യവാനാ. അത്രയ്ക്ക് നല്ല കുട്ടി അവള്. റാഷി അത്രയും പറഞ്ഞു നിർത്തി. അതെനിക്കറിയാടോ, അവൾ എൻ്റെ ആത്മാവിൽ അലിഞ്ഞു ചേർന്നവളല്ലേ. അല്ല, അന്ന് എന്തിനാണ് അവൾ ഡയറക്ടർ ഷാക്കിർ അലിയെ കാണാൻ അവിടെ വന്നത്? അതിനെപ്പറ്റി തനിക്കെന്തെങ്കിലും അറിയോ? ഇല്ല, ഞാനത് ഒരുപാട് തവണ അവളോട് ചോദിച്ചതാ. പക്ഷെ അവൾ അന്നേരം ഒന്നും പറഞ്ഞില്ല. പിന്നീട് ഒരിക്കൽ പറയാം എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി. അവളുടെ മനസ്സന്നേരം ഒരുപാട് അസ്വസ്ഥമായിരുന്നു. അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ ടെൻഷനുള്ളതായി ഞാനൊന്ന് ശ്രദ്ധിച്ചിരുന്നു. അന്ന് രാത്രിയിൽ ആനമ്മ എന്തോ ഒരു രഹസ്യം അവളോട് വെളിപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് അവളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ പ്രകടമായത്. ആരാണ് ഈ ആനമ്മ? അർമാൻ ചോദിച്ചു. ആനമ്മ ആമിന, അല്ലു വളർന്ന ഓർഫനേജിലെ നടത്തിപ്പുകാരിയാണ് അവര്. അവരിപ്പോ എവിടെ ഉണ്ടാവും? അന്നത്തെ സംഭവത്തിന് പിന്നാലെ അവര് മരണപ്പെട്ടു. അതും പറഞ്ഞ് റാഷി ദീർഘമായി ഒന്ന് വിശ്വസിച്ചു. അപ്പോൾ ഈ വല്യമ്മ, റിച്ചു ഇവരൊക്കെ ആരാ? തനിക്ക് വല്ലതും അറിയോ? ഇല്ല, ഞങ്ങൾക്ക് അല്ലുവായി 3 വർഷത്തെ പരിചയമുള്ളൂ. ഞങ്ങൾ വരുമ്പോൾ ആനമ്മ കിടപ്പിലാണ്. അന്ന് അല്ലു ആയിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത്. ഓർഫനേജിലേക്കുള്ള സഹായങ്ങളൊക്കെ നിന്നതും അല്ലു തൻ്റെ പഠനം നിർത്തി. അന്നവളെ ഡിഗ്രി 2nd ഇയർ പഠിക്കുകയായിരുന്നു.
പിന്നീട് അല്ലുവിൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ അന്തേവാസികളൊക്കെയും ചേർന്ന് ചെറിയൊരു കാറ്ററിംഗ് യൂണിറ്റ് ആരംഭിച്ചു. തൻ്റെ ആരോരുമല്ലാത്തവർക്ക് വേണ്ടി അവൾ രാപ്പകലില്ലാതെ അധ്വാനിച്ചു. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അന്ന് അവൾ ആ ഓർഫനേജ് നടത്തിക്കൊണ്ട് പോകുന്നത്. അല്ലു അവൾ നന്നായി കുക്ക് ചെയ്യും. അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഒരു പ്രത്യേക രുചിയാ. അത് പറയുമ്പോൾ റാഷിയുടെ കണ്ണുകളിലെ തിളക്കം അർമാൻ ശ്രദ്ധിച്ചിരുന്നു. ഒരിത്തിരി കുശുമ്പ് അന്നേരം അവനിലുണ്ടായി. പിന്നീട് ആനമ്മയുടെയും അല്ലുവിൻ്റെയും അഭാവത്തിൽ ഓർഫനേജിന്റെ നടത്തിപ്പ് നിന്നു. അവിടുത്തെ ആരോരുമില്ലാത്ത കുട്ടികളെയും സ്ത്രീകളെയൊക്കെയും ചില സംഘടനകൾ ഇടപെട്ട് മറ്റു പലയിടത്തേക്കും മാറ്റിപ്പാർപ്പിച്ചു. ഇത്രയൊക്കെ എനിക്കറിയുള്ളൂ. ശരി, എന്നാ നമുക്ക് വീണ്ടും കാണാം. ഒരുപക്ഷെ തൻ്റെ സഹായം ഇനിയും എനിക്ക് വേണ്ടിവരും. റാഷിക്ക് ഷേഖ് ഹാൻഡ് നൽകിക്കൊണ്ട് അർമാൻ പറഞ്ഞു. ശേഷം ഇരുവരും യാത്ര പറഞ്ഞ് അവിടുന്ന് പിരിഞ്ഞു. വീട്ടിലേക്കുള്ള യാത്രയിൽ അർമാന്റെ മനസ്സ് നിറയെ റാഷി പറഞ്ഞ കാര്യങ്ങളായിരുന്നു. റാഷി പറഞ്ഞ കഥയിൽ അല്ലുവിനോട് അവൻ എന്തെന്നില്ലാത്ത സ്നേഹവും ബഹുമാനവും തോന്നി. അതിലുപരി അഭിമാനവും. ആ അല്ലുവിനെ ആയിരിക്കണം തനിക്കിനി വീണ്ടെടുക്കേണ്ടത്, അവൻ ചിന്തിച്ചു. ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ വീടെത്തിയത് അറിഞ്ഞതേയില്ല. അർമാൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അല്ലു കുഞ്ഞിനെ ഉറക്കുകയായിരുന്നു. ചെറുചിരിയാലെ തൻ്റെ അരികിലേക്ക് വരുന്നവനെ കണ്ടതും അവൾ നോട്ടം മാറ്റിക്കളഞ്ഞു. നേരത്തെ താൻ അവന് കോൾ ചെയ്തപ്പോൾ അവൻ കോൾ കട്ട് ചെയ്തതിൻ്റെ ദേഷ്യം അവളിലുണ്ടായിരുന്നു. പപ്പയുടെ കൊച്ചുതുമ്പി എന്തെടുക്കുക? ബെഡിലായി കുഞ്ഞിൻ്റെ വലതുവശത്ത് ചേർന്ന് കിടന്നുകൊണ്ട് കുഞ്ഞിക്കവിളിൽ മുത്തം നൽകിക്കൊണ്ടവൻ ചോദിച്ചു. അവൻ്റെ സ്വരം കേട്ടതും കുഞ്ഞിൻ്റെ ഉറക്കമൊക്കെയും പമ്പ കടന്നിരുന്നു. കുഞ്ഞിനെ തൻ്റെ നെഞ്ചിലിരുത്തി കൊഞ്ചിക്കുന്നതിനിടയിൽ തൊട്ടരികിൽ കിടക്കുന്ന അല്ലുവിൻ്റെ കവിളിൽ ചുംബിക്കാനും അവൻ മറന്നില്ല. അർമാന്റെ പ്രവൃത്തി അവളിലെ ദേഷ്യം ഇരട്ടിപ്പിച്ചു. അവനെ കൂർപ്പിച്ചു നോക്കി എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി തൻ്റെ അരികിൽ പിടിച്ചിരുത്തി. അവൾ എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിന് മുൻപേ അവൻ അവളുടെ മടിയിൽ തലവെച്ച് കിടന്നിരുന്നു. ആ രണ്ട് കൈയും വെറുതെ കിടക്കുമല്ലേ, എൻ്റെ തലയൊന്ന് മസാജ് ചെയ്യേണ്ട ഭാര്യയെ. കുഞ്ഞിനെ തൻ്റെ നെഞ്ചിലിരുത്തി കൊഞ്ചിക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു. എനിക്കങ്ങും വയ്യ. അവൾ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. അതെന്താ വയ്യാത്തെ? നേരത്തെ ഒരു കാര്യം പറയാൻ ഞാൻ എന്തോരം വിളിച്ചതാ. അന്നേരം എന്തിനാ കോൾ ഇട്ടത്? ഒരു തവണയല്ല 9 തവണ. അല്ലു പരിഭവിച്ചു. ആഹാ, 9 തവണ എൻ്റെ തുമ്പിപ്പെണ്ണ് വിളിച്ചായിരുന്നു. ഞാൻ അറിഞ്ഞില്ല കേട്ടോ, സോറി. അവളുടെ കൈയെടുത്ത് തൻ്റെ തലയിൽ എടുത്തു വെച്ചുകൊണ്ടവൻ പറഞ്ഞു. അന്നേരം അവൻ അവളുടെ മുടിയിലൂടെ പതിയെ വിരലൊടിച്ചുകൊണ്ടിരുന്നു. ആ നിമിഷം അവൻ്റെ കണ്ണുകൾ അറിയാതെ കൂമ്പി അടഞ്ഞു പോയിരുന്നു. അവൾ തൻ്റെ പ്രവൃത്തി തുടർന്നു കൊണ്ടേയിരുന്നു. നിമിഷങ്ങൾ കടന്നുപോയി. പപ്പയും മോളും ഉറങ്ങിയെന്ന് തോന്നിയതും അവൾ അവനെ നേരെ കിടത്തി. ശേഷം അവൻ്റെ മേലെ നിന്നും കുഞ്ഞിനെ എടുത്ത് തൊട്ടിലിലേക്ക് മാറ്റിക്കിടത്തി മുന്നോട്ട് നടക്കാനൊരുങ്ങവേ അവൾ അവൻ്റെ കൈ പിടുത്തമിട്ടു. അവൾ ഒന്ന് തിരിഞ്ഞു നോക്കിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ടു. പെട്ടെന്നുള്ള വീഴ്ചയിൽ അവൾ കണ്ണിറക്കി അടച്ചിരുന്നു. കണ്ണു തുറന്നു നോക്കി അവൾ കാണുന്നത് തൻ്റെ മുഖത്ത് കൂടെ അവൻ്റെ കണ്ണുകൾ അലഞ്ഞു നടക്കുന്നതാണ്. അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ മിഴികൾ താഴ്ത്തിയ നിമിഷം അവൻ അവളുടെ കണ്ണിലേക്ക് ചെറുതായി ഊതി. സോറി. പിടക്കുന്ന അവളുടെ മാൻപേടെ മിഴികളിലേക്ക് നോക്കിക്കൊണ്ടവൻ പറഞ്ഞു. അവളൊന്നും വേണ്ടിയില്ല. പിണക്കാണോ? അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ മാടിയൊതുക്കിക്കൊണ്ടവൻ ചോദിച്ചു. ആണെങ്കിൽ? അവനിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ആണെങ്കിൽ ഇപ്പം എന്താ ചെയ്യാ? വല്ലാത്ത ഭാവത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവൻ്റെ കൈവിരലുകൾ അവളുടെ ടീഷർട്ടിനുള്ളിലേക്ക് കടന്നിരുന്നു. ഒരേങ്ങലോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും ചെറുപുഞ്ചിരിയോടെ മറുകൈയാൽ അവൻ അവളുടെ അതരങ്ങൾ പതിയെ തഴുകി. അതിനിടയിൽ അവൻ്റെ കൈകൾ അവളുടെ ടോപ്പിനുള്ളിലേക്ക് ഇഴഞ്ഞു നീങ്ങി. അവളുടെ വയറിനെ തഴുകി ഉണർത്തി കൈവിരൽ മേൽപോട്ട് ചലിപ്പിച്ചു. ആ നിമിഷം അടിവയറ്റിൽ നിന്ന് 1000 പൂമ്പാറ്റകൾ പറന്നുയരുന്ന അനുഭൂതി പോൽ അവളുടെ കണ്ണുകൾ അറിയാതെ കൂമ്പി അടഞ്ഞു പോയിരുന്നു. ഒടുവിൽ അവൻ്റെ കൈകളാൽ അവളുടെ ഇന്നർവെയറിൻ്റെ ഹുക്ക് അടർന്നു പോയി തിരിച്ചറിഞ്ഞ അവൾ കണ്ണു തുറന്ന് ദയനീയ ഭാവത്തിൽ അവനെ നോക്കുമ്പോൾ കുറുമ്പ് നിറഞ്ഞ ചിരിയാലെ ഏറെ പ്രണയത്തോടെ അവളിലെ ഭാവങ്ങൾ അവൻ ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു. വീട് എന്തായി കാണിക്കുന്നേ? അവൾ നാണത്തോടെ പതിയെ പറഞ്ഞു. അന്നേരം അവൻ ഇല്ലെന്ന പോലെ തലയനക്കി. അവളിലെ മൃദുലതയെ തഴുകിയതും ആ നിമിഷം അവൾ അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നു. ഇനി പറ, എന്നോട് പിണക്കാണോ? തൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി കിടക്കുന്ന പെണ്ണിൻ്റെ കാതോരം ചുംബിച്ചുകൊണ്ടവൻ ചോദിച്ചു. അവളിൽ നിന്നും മറുപടിയില്ലെന്ന് കണ്ടതും അവൻ അവളുടെ കാതിൻ തുമ്പ് ചെറുതായി കടിച്ചു അവളെ വേദനിപ്പിച്ചു. ഒന്ന് എരിവലിച്ചുകൊണ്ട് അവൾ തലയുയർത്തി അവനെ നോക്കി.
പറ, പിണക്കാണോ? അവൻ്റെ കൈവിരൽ അവളുടെ ടീഷർട്ടിനുള്ളിൽ കൂടി കുറുമ്പ് കാട്ടി അലഞ്ഞു നടന്നു. അവൻ്റെ കുറുമ്പ് താങ്ങാനാവാതെ അവൾ അല്ലെന്ന് പറഞ്ഞ് വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി. അല്ലെന്നങ്ങനെ ചുമ്മാ പറഞ്ഞാലൊന്നും പോരാ, അവളെ ഇക്കിളി കൂട്ടിക്കൊണ്ടവൻ പറഞ്ഞു. പിന്നെ പിന്നെ എന്താ വേണ്ടേ? അവൾ അവൻ്റെ കൈ പിടുത്തമിട്ടുകൊണ്ട് ചോദിച്ചു. അന്നേരം അവൻ ഉമ്മതാ എന്ന പോലെ ചുണ്ടുകൂർപ്പിച്ച് കാട്ടിയതും അവൾ നാണത്തോടെ അവൻ്റെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു. അവൻ്റെ നെറ്റിയിലും ഇരു കവളിലും കണ്ണിലും അവൾ ചുംബിച്ചതും അവൻ ആ ചുംബനം കണ്ണുകളടച്ചു സ്വീകരിച്ചു. താൻ ആഗ്രഹിച്ച ചുംബനം നൽകാതെ തന്നിൽ നിന്നും അകന്നു പോവാനൊരുങ്ങുന്ന പെണ്ണിനെ ഒന്നുകൂടെ തന്നിലേക്ക് അടുപ്പിച്ചു. കണ്ണുകൾ കൊണ്ട് കെഞ്ചിയതും അവൾ അവൻ്റെ കവളിൽ ചെറുതായി കടിച്ചു വേദനിപ്പിച്ചു. അവനവളെ മോചിപ്പിച്ചു. അവൾ കടിച്ചിടം അമർത്തി ഒഴിഞ്ഞു. അവൾ അവനിൽ നിന്നും അടർന്നി മാറി ബെഡിലിരുന്നു കൊണ്ട് തൻ്റെ ഡ്രസ്സ് നേരെയാക്കുന്നുണ്ട്. അതിനിടയിൽ തലചരിച്ച് അവനെ നോക്കിയതും എന്താ എന്ന പോലെ അവൻ പുരികം പൊക്കി. ഒന്നുമില്ലെന്ന പോലെ തലയനക്കി അവൾ തൻ്റെ പ്രവൃത്തി തുടർന്നു. ഡ്രസ്സിനുള്ളിൽ കയറ്റി അവൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് കണ്ടതും കാര്യം മനസ്സിലായവൻ കിടന്നിടത്തു നിന്നും എഴുന്നേറ്റ് അവളുടെ അരികിലിരുന്നു. ഞാൻ സഹായിക്കട്ടെ? മുഖം തിരിഞ്ഞു നിൽക്കുന്ന അവളുടെ കാതോരം ചുംബിച്ചുകൊണ്ടവൻ പറഞ്ഞതും അവളുടെ മുഖത്ത് നാണം വിരിഞ്ഞു. ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കുന്ന പെണ്ണിൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവളോട് ടീഷർട്ട് പൊക്കി പിടിക്കാൻ പറഞ്ഞതും അവളിലൂടെ ഒരു വിറയൽ കടന്നുപോയി. നീ പൊക്കുന്നോ അതോ ഞാൻ മുഴുവനായിട്ടും അങ്ങ് ഊരിക്കളയണോ എന്നുള്ള ചോദ്യം കേട്ട് പെണ്ണ് പേടിച്ചു പോയിരുന്നു. അവളൊരു തരം വിറയലോടെ തൻ്റെ ടീഷർട്ട് പൊക്കി പിടിച്ചതും അവൻ അവളിലെ നാണം ആസ്വദിച്ചുകൊണ്ട് അവളുടെ മുടി വകഞ്ഞു മാറ്റി ഇന്നർവെയറിൻ്റെ ഹുക്കിട്ട് കൊടുത്തതും അവൾ ചമ്മലോടെ തൻ്റെ ടീഷർട്ട് താഴ്ത്തി എഴുന്നേൽക്കാനൊരുങ്ങി. അന്നേരം അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് തന്നിലേക്ക് അടുപ്പിച്ചു. അവളുടെ കാതിലും കഴുത്തിലും മുഖമിട്ടുരസി. എപ്പോഴാ നിന്നെ എനിക്ക് മുഴുവനായിട്ടും തരുന്നത്? അത് ചോദിക്കുമ്പോൾ അത്രമേൽ ആർദ്രമായിരുന്നു അവൻ്റെ സ്വരം. ആദ്യം ഈ സിനിമ ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാനേ. തൻ്റെ മാറിനെ ഞെരിച്ചുടക്കുന്ന അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടുകൊണ്ടവൾ പറഞ്ഞു. അതുവരെ കാത്തു നിൽക്കാനാണോ? എന്നെ കൊണ്ട് പറ്റില്ല. അവളെ തനിക്ക് അഭിമുഖമായി ഇരുത്തിക്കൊണ്ടവൻ പറഞ്ഞു. അന്നത്തെ ആ രാത്രി അതുപോലൊരു രാത്രി നിനക്കെന്നല്ല മറ്റൊരാൾക്കും തരാൻ പറ്റില്ല. അന്ന് ആ രാത്രിയിൽ അവൾ എനിക്ക് സമ്മാനിച്ച പ്രണയ നിമിഷത്തിന് പകരം വെക്കാൻ മറ്റൊരു രാത്രിക്കാവില്ല. അവൾ എൻ്റെ പെണ്ണ്. ആ രാത്രി, ആദ്യ രാത്രി എന്തൊക്കെയായിരുന്നു? അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ആദ്യ രാത്രിയല്ല, രണ്ടാമത്തെ രാത്രി. അർമാൻ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, അവൾ പുച്ഛിച്ചു. അന്നത്തെ രാത്രി എനിക്കൊന്ന് സ്പെഷ്യലായിരിക്കും. പക്ഷേ അർമാൻ അത്രയും പറഞ്ഞു നിർത്തി. എന്താ മോനൊരു പക്ഷേ? അവൻ്റെ ഇരു കവിളിയും പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അവൾ കുറുമ്പോടെ ചോദിച്ചു. തുമ്പിപ്പെണ്ണെ, എനിക്ക് നിന്നെ മുഴുവനായിട്ടും വേണം, അതും ഇന്ന് തന്നെ. അവളെ തൻ്റെ മടിയിലായി തനിക്ക് അഭിമുഖമായി ഇരുത്തിക്കൊണ്ടവൻ പറഞ്ഞു. അത് പറ്റില്ല. ഞാനൊന്ന് നോക്കട്ടെ. അതിനേക്കാളും മനോഹരമായ രാത്രി ഇയാൾക്ക് സമ്മാനിക്കാൻ പറ്റുമെന്ന്. അതിന് എനിക്ക് ആദ്യം ആ രാത്രിയിലെ ഓർമ്മകൾ തിരിച്ചു കിട്ടണം. അതൊന്ന് തിരിച്ചു കിട്ടിക്കോട്ടെ. അതുവരെ ഒന്ന് ക്ഷമിക്ക്. അതുവരെ ഞാനിങ്ങനെ പട്ടിണി കിടക്കണമെന്നാണോ നീ പറയുന്നത്? അവളെ തൻ്റെ തുടയിൽ ഇറക്കി പിടിച്ചുകൊണ്ടവൻ ചോദിച്ചു. അല്ലാതെ പറ്റില്ലല്ലോ. വേണല്ലേ ഞാൻ ഇടയ്ക്കിടെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഉമ്മകളൊക്കെയും തരൂട്ടോ. അവൻ്റെ ചുണ്ടിൽ ചെറുചുമ്മനം നൽകിക്കൊണ്ട് അവൾ പറഞ്ഞു. ഇങ്ങനെ കൊതിപ്പിക്കാതെ പെണ്ണെ, അവളുടെ കീഴ്ചുണ്ട് ഞരടിക്കൊണ്ടവൻ പറഞ്ഞു. അത്രയ്ക്ക് മുട്ടി നിൽക്കുക ഡി, അതറിയണോ നിനക്ക്? ദേ, ഈ ഒരു നിമിഷം മതി എനിക്ക്. ഞാനേ നിന്നെ വീഴ്ത്തിയിരിക്കും. അവൾ ഒന്നുകൂടെ തന്നിലേക്ക് അടുപ്പിച്ച് വല്ലാത്ത ഭാവത്തിൽ നോക്കിക്കൊണ്ടവൻ പറഞ്ഞു. അതോടൊപ്പം അവൻ്റെ വലതുകരം അവളുടെ മുട്ടിലൂടെ മേൽപൂട്ടി ഇഴഞ്ഞു നീങ്ങി. ഒപ്പം അവളിട്ടിരിക്കുന്ന പാവാടയും പൊങ്ങി തുടങ്ങി. പ്ലീസ് വേണ്ട, ഞാനിപ്പോൾ ഒട്ടും ഒക്കെയല്ല. അവൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ടവൾ നേരിയ സ്വരത്തിൽ പറഞ്ഞു. അവൻ കേട്ട ഭാവം നടിച്ചില്ല. അനുക്ക വേണ്ട. അവൻ്റെ കൈവിരലുകൾ അവളുടെ തുടയിലൂടെ മുകളിലേക്ക് അരിച്ചിറങ്ങിയതും വിവശയായ അവൾ പതിഞ്ഞ സ്വരത്തിൽ അവൻ്റെ കാതോരം ഒഴിഞ്ഞു. എന്തോ കേട്ടില്ല. കുറുമ്പോട് അവനത് ചോദിക്കുന്നതിനോടൊപ്പം അവൻ്റെ കൈവിരലുകൾ അതിർവരമ്പുകൾ ലംഘിച്ചു തുടങ്ങിയിരുന്നു. ഒരേങ്ങലോടെ അവൾ അവനെ ഇറുകെ പുണർന്നു. അവൻ വിടുന്ന മട്ടില്ലെന്ന് തോന്നിയതും അവൾ അവൻ്റെ തോളിൽ അമർത്തിക്കടിച്ചു. അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേൽക്കാനൊരുങ്ങി. അവളുടെ പ്രവൃത്തി മുൻകൂട്ടി കണ്ട അർമാൻ അവളുടെ വലത് കാൽപാദത്തിൽ പിടിമുറുക്കിയതും ബാലൻസ് കിട്ടാതെ അവൾ ബെഡിലേക്ക് മലർന്നടിച്ചു വീണു.
തൻ്റെ വലത് കാലിൽ നിന്നുള്ള പിടിവിടാതെ വല്ലാത്ത ഭാവത്തിൽ തന്നിലേക്ക് അടുക്കുന്നവനെ കണ്ടതും അവൾ നേരിയ ഭയത്തോടെ പൊങ്ങിക്കിടക്കുന്ന തൻ്റെ സ്കേർട്ട് താഴ്ത്തി വെച്ച് പിന്നിലേക്ക് ഇഴഞ്ഞു നീങ്ങി. അടുത്ത നിമിഷം അവൻ അവളുടെ കാലിൽ പിടിച്ചു വലിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു. അവളിലെ ഭാവങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് അവൻ അവളുടെ കാൽപാദത്തിൽ ചുണ്ട് ചേർത്തു. അവളുടെ ചുണ്ടിൽ നാണം വിരിഞ്ഞു. അവൻ്റെ ചുണ്ടുകൾ അവിടെ നിന്ന് മുകളിലോട്ട് സഞ്ചരിച്ചു തുടങ്ങി. മുട്ടോളം എത്തിയതും വേണ്ട എന്ന പോലെ അവൾ അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടു. അവളിലെ നേരിയ എതിർപ്പുകൾ വകവെക്കാതെ പാവാടയുടെ മറ നീക്കിക്കൊണ്ട് അവൻ്റെ അതരങ്ങൾ അവളുടെ കാലിലൂടെ ഇഴഞ്ഞു നീങ്ങി. ആ നിമിഷം അവളുടെ കണ്ണുകൾ താനെ അടഞ്ഞു പോയിരുന്നു. നഗ്നമായ തുടയിൽ അവൻ്റെ ചുണ്ടമർന്നതും അവളുടെ കൈ ബെഡ്ഷീറ്റിൽ മുറുകി. അവൻ്റെ ചുണ്ടും ചുടുനിശ്വാസവും അവിടം പതിയുന്നുണ്ട്. അവൻ്റെ അതരങ്ങൾ അനുസരണയില്ലാതെ പലയിടത്തും ഒഴുകി നടന്നു. അവൾ അവനെ എതിർത്തില്ല. അന്നേരം അവൾ മറ്റേതോ ലോകത്തായിരുന്നു. ചെറുതായി പൊങ്ങിക്കിടക്കുന്ന ടീഷർട്ടിനിടയിലൂടെ കാണുന്ന അവളുടെ വെളുത്ത വയർ അവനേറെ പ്രണയത്തോടെ നോക്കി നിന്നു. ടീഷർട്ട് പതിയെ പൊക്കി വെച്ച് അവളുടെ വയറിൻ്റെ ഭംഗി ആസ്വദിച്ചു. പൊക്കിൽ ചുഴിക്ക് മേലെ അമർത്തി ചുംബിക്കുമ്പോൾ അവളിൽ നിന്നും ശീൽക്കാരങ്ങൾ ഉയർന്നു. അതവനിലെ ആവേശം ഇരട്ടിപ്പിച്ചു. പാവാട അരയിൽ നിന്നും അല്പം താഴ്ത്തി വെച്ച് അടിവയറ്റിൽ മുഖമിട്ടുരസി അവൾക്ക് ചെറുനോവ് സമ്മാനിച്ചുകൊണ്ട് അവൻ്റെ താടി രോമങ്ങൾ അവിടം മുള്ളുപോലെ കുത്തിയിറങ്ങി. അവൻ്റെ ചുണ്ടുകൾ പിന്നെയും മുകളിലോട്ട് സഞ്ചരിച്ചു. ഒപ്പം ടീഷർട്ടും പൊങ്ങുന്നുണ്ട്. ഒടുവിൽ ആഗ്രഹിച്ചതെന്തോ കണ്ടെത്തിയ സന്തോഷത്തിൽ അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അവിടം മുഖമിട്ടിരസുമ്പോൾ ഒന്ന് കുറുകിക്കൊണ്ട് അവൾ അവൻ്റെ മുടിയിൽ പിടിമുറുക്കി. ആ നേരത്താണ് അവൻ്റെ ഫോൺ ശബ്ദിക്കുന്നത്. ആദ്യം അവനത് കാര്യമാക്കിയില്ലെങ്കിലും പിന്നീട് കുഞ്ഞുണരുന്ന് കരുതിയതും അവൻ മനസ്സില്ലാ മനസ്സോടെ എഴുന്നേറ്റ് ഫോൺ എടുത്ത് കട്ടിലിൻ്റെ ഹെഡ് ബോർഡിൽ ചാരിയിരുന്ന് തനിക്ക് നേരെ വിപരീതമായി കിടക്കുന്ന അവളുടെ കിടത്തം ആസ്വദിച്ചുകൊണ്ട് ഫോണിൽ സംസാരിക്കാൻ തുടങ്ങി. അവൻ്റെ ആ നോട്ടം കണ്ടതും അവൾ തൻ്റെ ഡ്രസ്സൊക്കെ നേരെയാക്കി എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും അവളെ അതിനനുവദിക്കാതെ അവളുടെ കാലിൽ അവൻ വീണ്ടും പിടിമുറുക്കി. അവൾ വിടുവിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൻ വിട്ടില്ല. അവൻ്റെ സംസാരത്തിൽ നിന്നും ഏതോ ഒരു ഇമ്പോർട്ടൻ്റ് കോളാണെന്ന് മനസ്സിലായി. ഒരു സ്ത്രീസ്വരം കേട്ടതും അവൾ സംസാരം ശ്രദ്ധിക്കാൻ തുടങ്ങി. ചെവി കൂർപ്പിച്ചുകൊണ്ടവൾ സംസാരം ശ്രദ്ധിക്കുന്നത് കണ്ടതും അവൻ്റെ ഉള്ളിൽ ചിരി വിടർന്നു. അതിനിടയിൽ എന്താ എന്ന പോലെ അവൻ പുരികം പൊക്കിയെങ്കിലും അവൾ ഒന്നുമില്ലെന്ന പോലെ തലയനക്കി. അവനെ ചെറുതായി വട്ടുപിടിപ്പിക്കാൻ വേണ്ടി അവൾ തൻ്റെ മറ്റേ കാൽ ബെഡിൽ കുത്തിവെച്ച് അവൻ പിടിച്ചിരിക്കുന്ന കാൽ പതിയെ അവൻ്റെ മുഖത്തിന് നേരെ കൊണ്ടുവന്നു. ശേഷം കാൽവിരൽ കൊണ്ട് അവൻ്റെ അതരങ്ങളെ തഴുകിയതും അവളുടെ പ്രവൃത്തി കണ്ട് അവൻ അവളിലേക്ക് നോട്ടം പായിച്ചു. അന്നേരത്തെ അവളുടെ ആ കിടത്തം കണ്ട് അവൻ്റെ കിളി മൊത്തം പറന്നുപോയി. ഇത്രയും നേരം പാവാട താഴ്ത്തി വെച്ചിരുന്നവൾ പാവാട പൊങ്ങിയതുപോലും കാര്യമാക്കാതെ ഒരു കാൽ ബെഡിൽ കുത്തി വെച്ചിട്ടുണ്ട്. മറുകാൽ പൊക്കി തൻ്റെ മുഖത്ത് വെച്ചിട്ടുമുണ്ട്. സബാഷ്! താൻ നേരത്തെ കാണാൻ ആഗ്രഹിച്ചതൊക്കെയും HD ക്ലാരിറ്റിയിൽ നല്ല വെടിപ്പായി കാണുന്നുണ്ട്. ആ നിമിഷം അവളുടെ കാലിൽ നിന്നുള്ള പിടി അയഞ്ഞിരുന്നു. പച്ചമീൻ കണ്ട പൂജയെപ്പോലുള്ള അവൻ്റെ നോട്ടം കണ്ടതും അവളുടെ ചുണ്ടിൽ ഒരിളം പുഞ്ചിരി വിരിഞ്ഞു. അവൾ ചുണ്ടിലൊളിപ്പിച്ച ചിരിയാലെ തൻ്റെ കാലുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ കളം വരച്ചതും അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇങ്ങനെ ആയിരുന്നെങ്കിൽ നേരത്തെ അത്രയ്ക്കും ബുദ്ധിമുട്ടേണ്ടിയിരുന്നില്ലല്ലോ, അവൻ ചിന്തിച്ചു. അവൾ നേരത്തെ സമ്മതിക്കാത്തത് ഒരു പക്ഷേ ഇപ്പോൾ സമ്മതിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കളിയൊന്ന് മാറ്റിപ്പിടിച്ചാലോ എന്ന് കരുതി ഫോണിൽ കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. അത് കണ്ടതും അവളുടെ മുഖത്ത് ദേഷ്യം വിരിഞ്ഞു. അവൻ്റെ നെഞ്ചിനിട്ട് ഒരു ചവിട്ട് കൊടുത്ത് അവൾ എഴുന്നേറ്റു. അവളുടെ അന്നേരത്തെ നോട്ടവും ഭാവവും കണ്ട് അവൻ കോൾ കട്ട് ചെയ്തു. അവൾ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് മുറിവിട്ടിറങ്ങിയതും എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നു എന്ന പോലെ വല്ലാത്ത ഭാവത്തിൽ അവൻ അവളുടെ പോക്ക് നോക്കി നിന്നു. അതെ, നീ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുമെന്ന് കേട്ടു. എനിക്കിന്ന് നിൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ബിരിയാണി കഴിക്കാനൊരു പൂതി. ഉണ്ടാക്കി തരുമോ? ഞാൻ വേണേ സഹായിക്കാം, അവൻ പിറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ബിരിയാണി കഴിക്കാൻ അത്രയ്ക്കും പൂതിയാണെങ്കിലേ നിങ്ങളിപ്പോൾ കൊഞ്ചിക്കൊഴിഞ്ഞ അവളില്ലേ, അവളോട് പറ ഉണ്ടാക്കി തരാൻ. അല്ല, അവൻ അരികിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അവളെയും കൂടി വീട്ടിലേക്ക് കൊണ്ടുവരാം. തലയണയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ വല്ലാത്ത ഭാവത്തിൽ അവനെ നോക്കി. എന്താ പറഞ്ഞ്? അവൾ നാഗവല്ലി സ്റ്റൈലിൽ അങ്ങ് ചോദിച്ചു. അല്ല, ബിരിയാണി ഉണ്ടാക്കാൻ അവളെയും കൂടി വിളിക്കാമെന്ന് പറഞ്ഞതാ. അങ്ങനെ ഇപ്പോൾ ആരും ഇങ്ങോട്ട് വരണ്ട, അവനെ ബെഡിലേക്ക് തള്ളിയിട്ട് കൊണ്ട് അവൾ പറഞ്ഞു. വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ എനിക്കിന്ന് ബിരിയാണി വേണം. പിന്നെ നിന്നെയും. ബിരിയാണി പെട്ടെന്ന് വേണം. നിന്നെ രാത്രി കിട്ടിയാലും മതി. അയ്യടാ,
ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതിട്ടാ. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം സിനിമ, എന്നിട്ട് എന്നിട്ട് ബാക്കി പറ. എന്നിട്ടൊന്നുമില്ല, പോടന്ന്, അവൾ നാണത്തോടെ പറഞ്ഞു. അതെ, പെട്ടെന്ന് ഡ്രസ്സ് മാറുക, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ട് തന്നെയാ ഞാൻ നേരത്തെ ഇയാളെ വിളിച്ച്. ആ പൊടുക്കത്തെ ചാട എന്നും പറഞ്ഞ് മുന്നോട്ടവൾ നടന്നു. അതിനിടയിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയതും അവൻ തലയണ ഇറുകെ പുണർന്നു അവളെ തന്നെ നോക്കുന്നുണ്ട്. അവളുടെ തിരിഞ്ഞു നോട്ടം കണ്ടതും ചുണ്ട് കൂർപ്പിച്ച് അവൾക്കൊരു ഉമ്മ പറത്തി വിട്ടതും അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. ദിവസങ്ങൾക്ക് ശേഷം സിനിമയുടെ ഷൂട്ട് ആരംഭിച്ചു. അർമാൻ മാലിക് സിനിമയിലേക്ക് എത്തും മുൻപ് എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയത് എന്നൊക്കെയുള്ള കഥയിലെ രംഗങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഷൈമ സനയായിട്ടാണ് അഭിനയിക്കുന്നതെന്ന് അറിഞ്ഞത് മുതൽ അല്ലുവിന് വല്ലാത്തൊരു വീർപ്പ് മുട്ടലായിരുന്നു. ആരായിരിക്കും തൻ്റെ റോൾ അഭിനയിക്കാൻ വരുന്നത്? തൻ്റെ മുന്നിൽ വെച്ച് അർമാൻ അവളുമായി ഇടപഴകുന്നത് കണ്ട തനിക്ക് സഹിക്കുമോ? അവൾ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി. ഇന്നാണ് അല്ലുവും അർമാനും ആദ്യമായി മീറ്റ് ചെയ്യുന്ന സീനിൻ്റെ ഷൂട്ട് നടക്കുന്നത്. താൻ വരുന്നില്ലെന്ന് പറഞ്ഞിട്ടും അർമാൻ അവളെ കുത്തിപ്പൊക്കി വന്നതാണ്. സെറ്റിൽ വെച്ച് അർമാനും ആഷിയും മാറി നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അല്ലു അത് ശ്രദ്ധിച്ചിരുന്നു. കാര്യം തിരക്കിയപ്പോഴാണ് അറിയുന്നത് നായിക ഈ മൂവിയിൽ നിന്നും പിന്മാറിയെന്ന്. അർമാൻ്റെ മുഖത്തെ വിഷമം കണ്ടപ്പോൾ അല്ലുവിന് സഹിച്ചില്ല. അവൾ വേദനയോടെ അവനെ നോക്കി. എടാ, നീ വിഷമിക്കാതെ. ഒറിജിനൽ അല്ലു നമ്മളുടെ കൂടെ ഉള്ളപ്പോൾ എന്തിനാ നമ്മൾ ഡൂപ്പിനിറക്കുന്നത്? ആഷി അവസരം മുതലാക്കി ഇല്ലാത്ത സങ്കടം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. അതിനിടയിൽ അർമാനെ നോക്കി കണ്ണിറുക്കി. അതിന് ഇവൾക്ക് അഭിനയിക്കറിയോ? അതൊന്നും ശരിയാവില്ല, നീ മറ്റാരെങ്കിലും കിട്ടുമെന്ന് നോക്കിക്കേ. അർമാന പറഞ്ഞത് അല്ലുവിന് അത്രയ്ക്കങ്ങ് ഇഷ്ടമായില്ല. അതെ, അഭിനയിക്കുന്നതേ അത്ര വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ വിചാരിച്ചാലും ചിലത് നടക്കും. പിന്നെ നടക്കും. നീ വിചാരിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചു നടക്കും. അവളെ കളിയാക്കുന്ന മട്ടിൽ അവൻ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. അർമാൻ്റെ പറച്ചിൽ അവളിൽ വാശി കയറ്റി. ആഷിക, എനിക്ക് അഭിനയിക്കണം. അല്ലു ആവാൻ ഞാൻ റെഡിയാ. അർമാൻ്റെ പോക്ക് നോക്കിക്കൊണ്ട് അല്ലു പറഞ്ഞു. നീ കാര്യമായിട്ട് പറഞ്ഞതാണോ? പിന്നല്ലാതെ, നോക്കിക്കോ, ഞാൻ ആരാണെന്നേ കൂട്ടുകാരൻ അറിയാൻ പോകുന്നേ ഉള്ളൂ. എന്താ, പിടിച്ചോ സ്ക്രിപ്റ്റ്, നമുക്കേ അവനെ ഞെട്ടിക്കണം. എന്തിനും ഞാൻ കൂടെയുണ്ട്. ആഷി ഉള്ളിൽ വിരിഞ്ഞ ചിരി മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അല്ലു സ്ക്രിപ്റ്റ് വാങ്ങി പല്ല് ധരിച്ചുകൊണ്ട് അർമാൻ്റെ പോക്ക് നോക്കി നിന്നു. ഷോട്ട് റെഡി ആയതും ലൈറ്റായി മേക്കപ്പ് ചെയ്ത അല്ലു പർദ്ദയും നിക്കാബും ധരിച്ച് അർമാന് മുന്നിലെത്തിയതും അവരൊരു നിമിഷം അവളെ നോക്കി നിന്നു. അവൻ്റെ മനസ്സ് പഴയ ഓർമ്മകളിലേക്ക് സഞ്ചരിച്ചു. ഓർമ്മകൾക്ക് അന്നേരം വല്ലാത്തൊരു ഫീലായിരുന്നു. അല്ലു ഓട്ടോയിലേക്ക് കയറുമ്പോൾ തൻ്റെ കൂടെ കയറുന്ന വ്യക്തിയെ കണ്ട് അവളൊരു നിമിഷം നോക്കി നിന്നു. ദിവസങ്ങൾക്ക് മുന്നേ തന്നെ അറിയുമോ എന്ന് ചോദിച്ചു വന്ന അതേ വ്യക്തി. അത് റാഷിയായിരുന്നു. റാഷിയുടെ റോൾ ചെയ്യാൻ വേണ്ടി അർമാൻ കണ്ടെത്തിയത് ഒറിജിനൽ റാഷിയെ തന്നെയായിരുന്നു. ഓട്ടോ മുന്നോട്ട് നീങ്ങി തുടങ്ങി. ഇരുവർക്കും അനുവദിച്ചിട്ടുള്ള ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞു. കഥയിലെ പോലെ അല്ലു പുറത്തേക്ക് മിഴികൾ നട്ടിരുന്നു. ഓരോ രംഗവും അവളുടെ മനസ്സിൽ തട്ടുന്നുണ്ട്. ഇടയിൽ എപ്പോഴും അവൾ തിരിഞ്ഞു നോക്കിയതും തന്നെ പ്രണയത്തോടെ നോക്കി നിൽക്കുന്ന റാഷിയാണ് അവൾ കാണുന്നത്. ആ നോട്ടം സിനിമയിലെ അല്ലു ശ്രദ്ധിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇവിടെ എന്തോ ആ നോട്ടം അവളുടെ ഹൃദയത്തിൽ എവിടെയോ കൊളുത്തി വലിച്ചു. പിറകിലെ വാഹനത്തിൽ നിന്നും ഈ രംഗങ്ങൾ ക്യാമറയിൽ പകർത്തുന്നുണ്ട്. ഇതൊക്കെയും സ്ക്രീനിലൂടെ കാണുകയാണ് അർമാൻ. അവന് അസൂയ തോന്നിപ്പിക്കും വിധത്തിലായിരുന്നു അന്നേരത്തെ റാഷിയുടെ നോട്ടം.